ഇവിടുത്തെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നുള്ളത് സർക്കാർ കൊടുത്ത പദവിയൊന്നുമല്ല, അദ്ദേഹം സ്വയം എടുത്തണിഞ്ഞതാണ്. മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് വാദങ്ങൾ എത്രത്തോളം കഴമ്പുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. വാദം 1. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നുള്ളത് സർക്കാർ കൊടുത്ത പദവിയൊന്നുമല്ല. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നുള്ളത് സർക്കാർ കൊടുത്ത പദവിയൊന്നുമല്ല. മറുപടി: ശരിയാണ്. ഈ പദവി ഒരു സർക്കാർ പദവിയല്ല, മറിച്ച് ഇതൊരു മതപരമായ പദവിയാണ്, രാഷ്ട്രീയവുമല്ല. ഇന്ത്യ ഒരു മതേതര രാജ്യമായതുകൊണ്ട് തന്നെ സർക്കാർ ആർക്കും ഗ്രാൻഡ് മുഫ്തി, ശങ്കരാചാര്യ അല്ലെങ്കിൽ കാർഡിനൽ തുടങ്ങിയ മതപരമായ പദവികൾ നൽകാറില്ല. അത് നൽകുന്നത് അതത് മതസമൂഹങ്ങളിലെ പണ്ഡിത സഭകളാണ്. വാദം 2. അദ്ദേഹം സ്വയം എടുത്തണിഞ്ഞതാണ്. അത് അദ്ദേഹം സ്വയം എടുത്തണിഞ്ഞതാണ്. മറുപടി: അത് അദ്ദേഹം സ്വയം എടുത്തണിഞ്ഞതാണ് എന്ന വാദം തെറ്റാണ്. പിന്നെ ആരാണ് അദ്ദേഹത്തിന് ഈ പദവി നൽകിയത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഗ്രാൻഡ് മുഫ്തിയായി തിരഞ്ഞെടുത്തത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല, മറിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സുന്നി പണ്ഡിത സഭകളുടെയും സൂഫി നേതൃത്വങ്ങളുടെയും മാസങ്ങൾ നീണ്ട കൂടിയാലോചനകൾക്ക് ശേഷം 2019 ഫെബ്രുവരി 24 ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ നടന്ന ഗരീബ് നവാസ് പീസ് കോൺഫറൻസിൽ ഇന്ത്യയിലെ 25-ൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സുന്നി മുഫ്തിമാരും പണ്ഡിതന്മാരും സന്നിഹിതരായിരുന്ന ചടങ്ങിലാണ് കാന്തപുരത്തിന് ഈ പദവി ലഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായൊരു ചോദ്യമുണ്ട്: എല്ലാ മുസ്ലിംകളും ഇത് അംഗീകരിക്കുന്നില്ലല്ലോ എന്ന്. മറുപടി വളരെ ലളിതമാണ്, കേട്ടോളൂ. ഇന്ത്യയെപ്പോലെ വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് എല്ലാ വിഭാഗങ്ങളും അഥവാ തബ്ലീഗ്, മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയവർ ഒരൊറ്റ നേതാവിനെ അംഗീകരിക്കുക എന്നത് അസാധ്യമാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനവിഭാഗമായ സുന്നി സൂഫി അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വാസികളുടെ ഭൂരിപക്ഷ പിന്തുണയോടെയാണ് ഈ പദവി നൽകപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിക നിയമങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള, ഫത്വകൾ നൽകാൻ പ്രാപ്തിയുള്ള പണ്ഡിതന്മാരിൽ ഏറ്റവും മുതിർന്ന വ്യക്തിയെന്ന നിലക്ക് ഉത്തരേന്ത്യയിലെ ബറേൽവി പണ്ഡിതന്മാരിലെ വലിയൊരു വിഭാഗവും ദക്ഷിണേന്ത്യയിലെ സുന്നി പണ്ഡിതരും ഒരുപോലെ അംഗീകരിച്ച നേതാവാണ് കാന്തപുരം. ഈ പദവി നൽകപ്പെട്ടതിന് ശേഷം സൗദി അറേബ്യ, UAE, ജോർദാൻ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ മതകാര്യ വകുപ്പുകൾ അദ്ദേഹത്തെ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന ഔദ്യോഗിക സംബോധനയോടെയാണ് ക്ഷണിക്കുന്നത്. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 500 മുസ്ലിംകളുടെ പട്ടിക തയ്യാറാക്കുന്ന ജോർദാനിലെ റോയൽ ഇസ്ലാമിക് സ്ട്രാറ്റജിക് സ്റ്റഡീസ് സെന്റർ കാന്തപുരത്തെ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായാണോ ഗ്രാൻഡ് മുഫ്തി പദവി വരുന്നത് എന്ന്? അല്ല. കാന്തപുരത്തിന് മുൻപും ഇന്ത്യയിൽ ഗ്രാൻഡ് മുഫ്തിമാർ ഉണ്ടായിരുന്നു. ഹസ്രത്ത് ഷാ കമാൽ റസാ ഖാൻ, മുഫ്തി അക്തർ റസാ ഖാൻ എന്നിവർ ഈ പദവി അലങ്കരിച്ചിട്ടുള്ളവരാണ്. മുഫ്തി അക്തർ റസാ ഖാൻ ആയിരുന്നു കാന്തപുരത്തിന് തൊട്ടുമുമ്പ് ഗ്രാൻഡ് മുഫ്തി പദവി അലങ്കരിച്ചിരുന്നത്. 2018 ജൂലൈയിൽ അദ്ദേഹം അന്തരിച്ചു. സമൂഹത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാക്കുന്നതിനു പകരം വലിയൊരു വിഭാഗം ജനങ്ങൾ ആദരിക്കുന്ന നേതാക്കളെ അപകീർത്തിപ്പെടുത്തി റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുന്ന മീഡിയ വണ്ണിന്റെ നിലപാട് മാധ്യമധർമ്മത്തിന് ചേർന്നതല്ല. വസ്തുതകൾ പഠിക്കാതെയും ഒരു വിഭാഗത്തിന്റെ മാത്രം താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചും നടത്തുന്ന ഇത്തരം സ്റ്റുഡിയോ വിചാരണകൾ പൊതുസമൂഹം തള്ളിക്കളയുക തന്നെ ചെയ്യും.